ഹലോ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. 5ാം ക്ലാസ്സിൽ മലയാളം എക്സാം ആയിരുന്നു അല്ലേ? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം അല്ലേ? റെഡിയാണോ? യെസ്, റെഡിയാണ്. അതിനു മുൻപ് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസ് ട്യൂഷൻ നൽകുന്നുണ്ട്. ലൈവായിട്ടാണ് ക്ലാസ്സസ് വരുന്നത്. LKG UKG ക്ലാസ്സസ് നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസും നൽകുന്നുണ്ട്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഫീ നൽകിയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടതാണ്. 9746487799. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? അർദ്ധവാർഷിക മൂല്യനിർണയം 2024-2025 കേരള പാഠാവലി ക്വസ്റ്റ്യൻ ആണ്. നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏതെങ്കിലും 5 പ്രവർത്തനങ്ങളിൽ ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായിട്ടും ചെയ്യണം. 6 പ്രവർത്തനമുണ്ട്, അതിൽ ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായിട്ടും ചെയ്യണം. ബാക്കിയുള്ള 5 പ്രവർത്തനങ്ങളിൽ 4 ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമാണ്. ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? വായിക്കാം, എഴുതാം. മണിക്കല്ലിനെ പുഴ വീണ്ടും എടുത്തു നടന്നിരുന്നെങ്കിൽ അത് കൂടുതൽ കൂടുതൽ ചെറുതായേനെ. ഏറ്റവും ഒടുവിൽ മണൽത്തരിയായി മാറി കടലോരത്തെ അതിൻ്റെ സഹോദരങ്ങളുമായി ചേരുമായിരുന്നു. ആ മനോഹരമായ കടപ്പുറത്ത് കുട്ടികൾ പൂഴി മണലിലിരുന്ന് കളിക്കുകയും മണൽ കൊട്ടാരങ്ങൾ പണിയുകയും ചെയ്യുമായിരുന്നു. ഓർത്തു നോക്കൂ, ഒരു മണിക്കല്ലിന് ഇത്രമാത്രം കഥകൾ പറയാനുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പാറകൾക്കും പർവ്വതങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും പറയാൻ എന്തെല്ലാം കഥകളുണ്ടാകും. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു എഴുതിയ ചെറിയൊരു ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിൽ നിന്നും 5 ചോദ്യങ്ങളാണുള്ളത്. 5 ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം, അത് കൂടുതൽ കൂടുതൽ ചെറുതായേനെ ഏത്? മണിക്കല്ലിനെ പുഴ വീണ്ടും എടുത്തു നടന്നിരുന്നു എങ്കിൽ അത് കൂടുതൽ കൂടുതൽ ചെറുതായേനെ. എന്തിനെ എടുത്തു നടന്നിരുന്നു എങ്കിൽ? മണിക്കല്ലിനെ പുഴ എടുത്തു നടന്നെങ്കിൽ അത് ചെറുതായേനെ. അപ്പോൾ ഉത്തരം എന്താണ് ഇവിടെ? മണിക്കല്ല്. ഉത്തരം എന്താണ്? മണിക്കല്ല്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, കടലോരത്തെ സഹോദരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെ? പർവ്വതങ്ങളെ, പാറകളെ, കടപ്പുറത്തെ മണൽത്തരികളെ. എന്തിനാണ് കടലോരത്തെ സഹോദരങ്ങൾ എന്ന് പറയുന്നത്? ഏറ്റവും ഒടുവിൽ മണൽത്തരിയായി മാറി കടലോരത്തെ അതിൻ്റെ സഹോദരങ്ങളുമായി ചേരുമായിരുന്നു. മണൽത്തരിയായി മാറി കടലോരത്തെ അതിൻ്റെ സഹോദരങ്ങളുമായി ചേരുമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഉത്തരം എന്താ? മണൽത്തരികളെ. കടലോരത്തെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് മണൽത്തരികളാണ്. കടലോരത്തെ സഹോദരങ്ങൾ മണൽത്തരികളാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ മണിക്കല്ല്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മണൽത്തരികൾ. ഓക്കെ, ഇത്രയും എഴുതിയല്ലോ നിങ്ങൾ. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. കുട്ടികൾ പൂഴി മണലിൽ ഇരുന്ന് പണിയുന്നത് എന്താണ്? കുട്ടികൾ പൂഴി മണലിൽ ഇരുന്ന് പണിയുന്നത് എന്താണ്? കുട്ടികൾ പൂഴി മണലിലിരുന്ന് കളിക്കുകയും മണൽ കൊട്ടാരങ്ങൾ പണിയുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ എന്താണ് ഉത്തരം? മണൽ കൊട്ടാരം. സി. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മണൽ കൊട്ടാരം. എഴുതിയായിരുന്നോ? യെസ്, എഴുതിയായിരുന്നു. നാലാമത്തെ ചോദ്യം നോക്കാം. പാറകൾക്കും പർവ്വതങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും പറയാൻ എന്തെല്ലാം കഥകൾ ഉണ്ടാകും? ആരുടെ കഥ ഓർത്താണ് ഈ പ്രസ്താവന? ഇവിടെ നോക്കി, ഒരു മണിക്കല്ലിന് ഇത്രമാത്രം കഥകൾ പറയാനുണ്ടെങ്കിൽ, ഇപ്പൊ മണിക്കല്ല് പറഞ്ഞ കഥകളാണ്, അത്രയും കഥകൾ പറയാനുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പർവ്വതങ്ങൾക്കും പാറകൾക്കും മറ്റു വസ്തുക്കൾക്കും പറയാൻ എന്തെല്ലാം കഥകൾ ഉണ്ടാകും? അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്തായിരുന്നു? മണിക്കല്ല്. നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മണിക്കല്ല്. ആരുടെ കഥ ഓർത്താണ് ഈ പ്രസ്താവന? മണിക്കല്ലിന്റെ കഥ ഓർത്താണ് ഈ പ്രസ്താവന പറഞ്ഞത്. അഞ്ചാമത്തത്, മണിക്കല്ലിനെ എടുത്തു നടന്നത് ആരാണ്? അഞ്ചാമത്തെ ചോദ്യം, മണിക്കല്ലിനെ എടുത്തു നടന്നത് ആരാണ്? അത് ആദ്യം പറയുന്നുണ്ട്. മണിക്കല്ലിനെ പുഴ വീണ്ടും എടുത്തു നടന്നിരുന്നു എങ്കിൽ. അപ്പോൾ ആരാണ് മണിക്കല്ലിനെ എടുത്തു നടന്നത്? ആരാണ്? പുഴയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും
ഈ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയായി എഴുതിയല്ലോ. 5 മാർക്ക് ഉറപ്പിക്കാലോ. യെസ്. ഇനി അടുത്ത ചോദ്യം, ഇത് നിങ്ങൾ എന്തായാലും എഴുതിയിട്ടുണ്ടാവും. പ്രവർത്തനം 2, യാത്രാനുഭവം. ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗത്തിലുള്ള അഖിലിന്റെയും അമ്മുവിന്റെയും യാത്രാനുഭവങ്ങൾ പരിചയപ്പെട്ടല്ലോ. അപ്പൊ ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗത്തിൽ അഖിലും അമ്മുവും താജ്മഹലിൽ പോകാൻ ആഗ്രഹിച്ചു. അവസാനം ഇടുക്കി അണക്കെട്ടിൽ പോയി. അതാണ് ഇടുക്കിയുടെ താജ്മഹൽ എന്ന് പറയുന്നു. ഇടുക്കി അണക്കെട്ട് ഇടുക്കിയുടെ താജ്മഹൽ എന്ന് പറയുന്നു. അതൊക്കെ നിങ്ങൾ പഠിച്ചതാണ് അല്ലേ. ഇതുപോലെ ചെറുതും വലുതുമായ യാത്രകൾ നിങ്ങളും ചെയ്തിട്ടുണ്ടാവും. മനസ്സിൽ തങ്ങി നിൽക്കുന്ന യാത്രാനുഭവം പങ്കുവയ്ക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ യാത്രാനുഭവം, നിങ്ങൾ പോയിട്ടുള്ള ഏതെങ്കിലും സ്ഥലങ്ങളുടെ ഒരു യാത്രാനുഭവം എഴുതാനുള്ളതായിരുന്നു എ ക്വസ്റ്റ്യൻ. ഇതും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ബി ക്വസ്റ്റ്യൻ എന്താണ്? എത്ര മനുഷ്യന്മാർ പണിയെടുത്തിട്ടുണ്ടാവും ഇത് കെട്ടിപ്പൊക്കാൻ? എന്തിനെ കുറിച്ചാണ് ഈ പ്രസ്താവന? ഇത് എന്തിനെ കുറിച്ചാണ് അഖിൽ പറഞ്ഞത്? എത്ര മനുഷ്യന്മാർ പണിയെടുത്തിട്ടുണ്ടാവും ഇത് കെട്ടിപ്പൊക്കാൻ? താജ്മഹലാണോ, ഇടുക്കി ഡാമാണോ, മുല്ലപ്പെരിയാർ ഡാമാണോ, കുർത്തിമലയാണോ? ഏതാണ് ശരി ഉത്തരം? യെസ്, ഇടുക്കി ഡാം. ഏതാണ് ശരി ഉത്തരം? ഇടുക്കി ഡാമാണ് ശരി ഉത്തരം. അതും കറക്റ്റ് ആയിട്ട് എഴുതിയില്ലേ? യെസ്. മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ പ്രവർത്തനം കത്ത്. മൂന്നാമത്തെ പ്രവർത്തനം എന്താണ്? കത്താണ്. ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ചിത്രത്തിൽ ആരൊക്കെയാണ് കാണുന്നത്? പോസ്റ്റ്മാൻ, വീട്ടമ്മ, കുഞ്ഞ് അല്ലേ? കത്തുകളിലൂടെ വിവരങ്ങൾ കൈമാറിയിരുന്ന കാലം നമുക്കുണ്ടായിരുന്നു. പണ്ട് കത്തുകളിലൂടെ ആയിരുന്നല്ലോ വിവരങ്ങൾ കൈമാറിയിരുന്നത്. ഇപ്പോൾ മൊബൈൽ ഫോൺ സന്ദേശങ്ങളുടെ കാലമാണല്ലോ. ഇപ്പോൾ എന്താ ചെയ്യുന്നേ? മൊബൈൽ ഫോൺ വഴി സന്ദേശം അയക്കുകയാണല്ലേ ചെയ്യുന്നേ. അപ്പൊ കത്തെഴുത്തിന് സുഖം അറിയണമെങ്കിൽ അത് എഴുതുക തന്നെ വേണം. കത്തെഴുതുന്ന സുഖം അറിയണ്ടേ? അത് നമ്മൾ എഴുതണ്ടേ? അപ്പോൾ ഓണാഘോഷത്തെക്കുറിച്ച് പ്രിയ സുഹൃത്തിന് കത്ത് തയ്യാറാക്കുക. കത്ത് തയ്യാറാക്കാൻ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചതാണ്, എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്നതാ. പ്രിയ സുഹൃത്തെ, ഞങ്ങൾക്കിവിടെ ഓണാഘോഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു, അവിടെ ഓണാഘോഷം നല്ല രീതിയിൽ നടന്നു, അതൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം നമ്മളുടെ വിശേഷം പറയുക, അവരോട് സുഖം ചോദിക്കുക, നമ്മളുടെ വിശേഷം പറയുക, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിക്കുക. വീണ്ടും എന്ത് ചെയ്യുക? നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? അല്ലെങ്കിൽ കത്ത് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ സുഹൃത്ത് പേരെഴുതുക. ഇതൊക്കെ നിങ്ങൾ എഴുതിയില്ലേ? എഴുതി. കത്തെഴുതുക നിങ്ങൾ നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. നാലാമത്തെ ചോദ്യം വിവരണം എഴുതാനുള്ളതായിരുന്നേ. നാലാമത്തെ ചോദ്യം പ്രവർത്തനം 4, വിവരണം. പെരുമഴ. മഴ പെരുമഴ പെയ്യുന്നു, കളകളനാദം ഉയരുന്നു, ഇടിയുടെ ശബ്ദം കേൾക്കുന്നു, മിന്നാമിന്നികൾ പാറുന്നു, പെരുമഴ കുത്തി ഒലിക്കുന്നു, കുട്ടികൾ തുള്ളിച്ചാടുന്നു. ഇത് ആർദ്ര AS എന്ന് പറയുന്ന ഒരു കുട്ടി എഴുതിയ കവിതയാണ്. പെരുമഴയെ കുറിച്ചാണ് ഈ കവിത. പുഴയുടെ കൂട്ടുകാരിയായ ചാറ്റൽ മഴയെ മഴ ചാറുമ്പോൾ എന്ന കവിതയിലൂടെ പരിചയപ്പെട്ടല്ലോ. അപ്പോൾ മഴ ചാറുമ്പോൾ എന്ന കവിത നിങ്ങൾ എല്ലാവരും പഠിച്ചതാണ്. മഴയെ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും ഉണ്ടാകാം. മഴ തോർന്നൊഴിയുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. മഴ തോർന്നൊഴിയുമ്പോൾ അപ്പോഴുള്ള ഒരു അവസ്ഥ, ആ ഒരു തണുപ്പും ആ ഒരു സുഖകരമായ ഒരു അവസ്ഥയും അതൊക്കെ ചേർത്തിട്ട് എന്ത് ചെയ്യുക? ഒരു വിവരണം തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു നാലാമത്തെ ചോദ്യം. ഓക്കെ. അപ്പോൾ മഴ പെയ്യുമ്പോഴുള്ള കാര്യമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പെരുമഴ പെയ്യുന്നു, കളകളനാദം ഉയരുന്നു, ഇടിയുടെ ശബ്ദം കേൾക്കുന്നു, മിന്നാമിന്നികൾ പാറുന്നു, പെരുമഴ കുത്തി ഒലിക്കുന്നു, കുട്ടികൾ തുള്ളിച്ചാടുന്നു. ഇനി മഴ തോർന്നൊഴിയുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചാണ് വിവരണം തയ്യാറാക്കേണ്ടത് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതിയിട്ടുണ്ടാവും. മഴ തോർന്നൊഴിയുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചാണ് വിവരണം തയ്യാറാക്കേണ്ടത്. അതിൽ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് ഏത്? മിന്നുന്നതെല്ലാം പൊന്നല്ല, മണ്ണ് പൊന്നാക്കണം, പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്തു കാര്യം, പൊന്നും കുടത്തിന് പൊട്ടുവേണ്ട. ഇതിലേതായിരിക്കും? ഇതിൽ തന്നെ ഉണ്ട് മണ്ണ് പൊന്നാക്കണം. എഴുതിയില്ലേ? എല്ലാവരും എഴുതിയില്ലേ? യെസ്. ഓക്കെ. അഞ്ചാമത്തെ പ്രവർത്തനം എന്തായിരുന്നു നോക്കാം. പ്രസംഗം. ഇപ്പോൾ മഴയും പുഴയും കാറ്റും കിളിയുമെല്ലാം ഒന്നിച്ചു തുഴയുന്നുണ്ട്. ഇനി അവർ തനിച്ചാവുമോ? കുടയോളം ഭൂമി എന്ന യൂണിറ്റിലെ
ഭൂമി എന്ന കവിതയിലെ ഈ വരികൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇനി അവർ തനിച്ചാവുമോ എന്ന ചോദ്യം നമ്മളോടാണ്. അപ്പൊ കുടയോളം ഭൂമി എന്ന യൂണിറ്റിലെ ഭൂമി എന്ന കവിതയിലെ വരികൾ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇനി അവർ തനിച്ചാവുമോ? ഇപ്പോൾ മഴയും പുഴയും കാറ്റും കിളിയും എല്ലാം ഒന്നിച്ച് തുഴയുന്നുണ്ട്. ഇനിയവർ തനിച്ചാവുമോ? അപ്പൊ ഈ ചോദ്യം നമ്മളോടാണ്. പ്രകൃതി നേരിടുന്ന ആശങ്കകളാണ് ഇവിടെ തെളിയുന്നത്. മനുഷ്യനും പ്രകൃതിയും എന്ന വിഷയത്തെക്കുറിച്ച് ലഘു പ്രസംഗം തയ്യാറാക്കുക. മനുഷ്യനും പ്രകൃതിയും. അപ്പൊ എന്ത് ചെയ്യുക? ആദ്യം എല്ലാവരോടും നമസ്കാരം പറയുക. അതിനുശേഷം നമ്മുടെ വിഷയം എന്താണെന്ന് പറയുക. ആ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക. അതിനുശേഷം എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്ന് പറയുക. ഭാവി കാലത്ത് എങ്ങനെയൊക്കെ അതിനെ സംരക്ഷിക്കാമെന്ന് പറയുക. നമുക്ക് ഒരു നല്ലൊരു വാക്യവും കൂടി പറഞ്ഞ് എല്ലാവരെയും പ്രചോദനപ്പെടുത്തുന്ന ഒരു വാക്യം കൂടി പറഞ്ഞ് എന്ത് ചെയ്യാം? ഈ പ്രസംഗം നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും നല്ല രീതിയിൽ പ്രസംഗം എഴുതിയിട്ടുണ്ടാവും. അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. താഴെ വീഴുകയാൽ ആകൃതി മാറും ആർക്ക്? പഠിച്ചതാണ് നമ്മൾ. ഓർമ്മയുണ്ടോ? മഴ ചാറുമ്പോൾ എന്ന കവിത നിങ്ങൾ പഠിച്ചില്ലേ? അതിലൊരു കാര്യം പറയുന്നുണ്ട്. എന്താ? 5-ാമത്തെയും 6-ാമത്തെയും വരിയിൽ പറയുന്നുണ്ട്, താഴെ വീഴുകയാൽ ആകൃതി മാറും കാർമുകിലിൻ നുറുങ്ങുപോലെ. അപ്പൊ ഉത്തരം എന്താ? കാർമുകിലിൻ. ഓക്കെ, എല്ലാവരും ശരിയാണോ എഴുതിയേ? യെസ്. അവസാന ചോദ്യം, ആറാമത്തെ പ്രവർത്തനം എന്താണ്? നീർനാഗം എന്ന പാഠഭാഗത്തിൽ ബഷീർ ചെയ്ത കുസൃതി എല്ലാവരെയും ചിരിപ്പിച്ചതാണല്ലോ. കുട്ടിക്കാലം കുസൃതികളുടേതും കൂടെയാണ്. ഓർക്കുമ്പോൾ ചിരി വരുന്ന ഏതെങ്കിലും ഒരു അനുഭവം പങ്കുവയ്ക്കാം. നിങ്ങൾ കുട്ടിക്കാലത്ത് കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കുസൃതി ഓർമ്മ കാണുമല്ലോ, അത് നിങ്ങൾക്ക് ചിരി വരുത്തുന്നുണ്ടാവുമല്ലോ. ആ ഒരു അനുഭവം എന്ത് ചെയ്യുക? പങ്കുവയ്ക്കുക. നിങ്ങൾക്കുണ്ടായ ചിരി വരുത്തുന്ന കുട്ടിക്കാലത്ത് നിങ്ങൾ കാണിച്ച ഒരു കുസൃതി അതെന്ത് ചെയ്യുക? പങ്കുവയ്ക്കുക. ഓക്കെ, ഇതായിരുന്നു 6-ാമത്തെ പ്രവർത്തനം. എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതിയിട്ടുണ്ടാവും. വളരെ ഈസി ആയിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവർക്കും എക്സാം നല്ലതുപോലെ എഴുതാനും കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം. അതിനു മുൻപ് ക്ലാസ്സസ് ഉണ്ട്. 5-ാം ക്ലാസ്സിന്റെ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൾറെഡി നൽകുന്നുണ്ട്. മറക്കാതെ കാണുക കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.